എയർ ഇന്ത്യയുടെ ഈ അവഗണനയ്ക്ക് എയർ കേരള പരിഹാരമാകുമെന്ന് തന്നെയാണ് പ്രവാസികളുടെ പ്രതീക്ഷ. കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്നും നിരാകരിക്കുന്ന ഒരു നിലപാടാണ് എയർ ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഇത്തരം അവഗണനയ്ക്കെതിരെ ഇനി എയർ കേരള പോലെ ഒരു സംരംഭം ഉണ്ടായേ തീരൂ എന്ന് വന്നിരിക്കുകയാണ്. ആ സംരംഭം എമർജിംഗ് കേരളയിലൂടെ ആ ഒരു സംരംഭം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതൊക്കെ സമയം നഷ്ടപ്പെടുത്തി അത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയുണ്ട്. എമർജിംഗ് കേരളയിലൂടെ വന്നിരിക്കുന്ന ഈ ഒരു എയർ കേരള എന്ന പദ്ധതി തീർച്ചയായും ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി അത് പ്രവാസികൾക്ക് പ്രയോജനകരമായി തീർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രവാസി മലയാളികളുടെ ചിരകാല മോഹമായ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനിയായ എയർ കേരളയെ ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചാൽ അടുത്ത വർഷം ആകാശത്ത് കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികൾ. എയർ കേരളയ്ക്ക് ചിറകുമുളയ്ക്കുന്നതും കാത്തിരിക്കുകയാണ് പ്രവാസി സമൂഹം. സ്വന്തമായി വിമാന സർവീസ് ഉള്ള ലോകത്തെ ആദ്യത്തെ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം എത്രയും പെട്ടെന്ന് ചിറകു വിടർത്തും എന്ന പ്രതീക്ഷയിൽ.